നമസ്കാരം, ഞാൻ രജിന്ദാസ് MS. എല്ലാവർക്കും ദി ആസ്ട്രോ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2024 ഓഗസ്റ്റ് മാസം 25-ാം തീയതി രാത്രി 1:16 ശുക്രൻ കന്നി രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 2024 സെപ്റ്റംബർ 18 വരെ ശുക്രൻ കന്നി രാശിയിൽ തുടരും. ഈ കാലയളവിൽ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കന്നി ശുക്രന്റെ നീചരാശിയായതിനാൽ കന്നി രാശിയിൽ ശുക്രന് ബലം കുറയും. ശുക്രൻ നീചരാശിയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബന്ധങ്ങളാണ്. ഏറ്റവും വിശേഷിച്ചും ഭാര്യാഭർത്തൃബന്ധവും പ്രണയബന്ധങ്ങളും. ബുധന്റെ രാശിയിലാണ് ശുക്രൻ നീചം ഭവിക്കുന്നത്. ബുധൻ വാക്ക്, കമ്മ്യൂണിക്കേഷൻ എന്നിവയുടെ കാരകനാണ്. ഈ സമയത്ത് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും പ്രണയബന്ധങ്ങളിലും വാക്കുകൾ നിമിത്തം കലഹങ്ങൾക്കും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സമയമാണ്. ഈ സമയത്ത് പങ്കാളിയിൽ നിന്നും പരാതിയും പരിഭവങ്ങളും കൂടുന്ന സമയമാണ്. ഈ വിഷയം വളരെ നൈർമല്യത്തോടെ അവർ അർഹിക്കുന്ന പരിഗണന കൊടുത്ത് പരിഹരിക്കുവാൻ ശ്രമിക്കണം. ശുക്രൻ കന്നി രാശിയിൽ ഒറ്റപ്പെടൽ, ബ്രേക്കപ്പ്, ഏകാന്തത ഇവയുടെ കാരകനായ കേതുവുമായി യോഗം ചെയ്യുന്ന ഒരു സമയം കൂടിയാണിത്. ആയതിനാൽ ഈ സമയത്ത് പങ്കാളിക്ക് വേണ്ട പരിഗണന ലഭിക്കുന്നില്ലെന്നോ ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നെന്നോ എന്നൊക്കെയുള്ള തോന്നലുകൾ ഉണ്ടാക്കിയേക്കാം. ഒരു കാര്യം അനലൈസ് ചെയ്യുക അഥവാ വിശകലനം ചെയ്യുക, ലോജിക്കലായി ചിന്തിക്കുക എന്നീ വിഷയത്തിന്റെ കാരകനായ ഗ്രഹം ബുധനാണ്. ആ ബുധന്റെ രാശിയിലാണ് ശുക്ര കേതു യോഗം. ഈ സമയത്ത് റിലേഷൻഷിപ്പിൽ കാലങ്ങളായി സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ടു പോയിരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പതിയെ പുറത്തു വരുവാനും എന്തൊക്കെയാണ് നമ്മുടെ കുറ്റങ്ങൾ എന്ന് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ വെച്ച് തന്നെ പങ്കാളി പറയാൻ സാധ്യതയുള്ള സമയമാണെന്നതിനാൽ വളരെ ശ്രദ്ധിക്കണം. ഇതിന്റെ പരിഹാരവും ആ രാശിയിൽ തന്നെയുണ്ട്. ബുധൻ നർമ്മം, പ്ലേഫുൾനെസ് ഇവയുടെ കാരകൻ കൂടിയാണ്. ആയതിനാൽ പാർട്ട്ണർ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞാൽ തിരിച്ച് ചാടിക്കടിക്കുവാൻ ചെല്ലാതെ സ്വല്പം ഫ്രണ്ട്ലിയായി നർമ്മത്തോടെ എല്ലാം ക്ഷമയോടെ കേട്ട് വേണ്ട പരിഹാരങ്ങൾ ചെയ്തു പോകണം. ഇതല്ലാത്ത പക്ഷം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ട് ബ്രേക്കപ്പ്, റിലേഷൻഷിപ്പിൽ വിരസത, ഒറ്റപ്പെടൽ എന്നിവയൊക്കെ ഉണ്ടാകുവാൻ യോഗമുള്ള സമയമാണെന്നതിനാൽ ഈ വിഷയങ്ങൾ എല്ലാ നക്ഷത്രക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിന്റെ 15 നാഴിക വരുന്ന മേടക്കൂറുകാർ പൂരുരുട്ടാതിയുടെ അവസാന 15 നാഴികയും ഉത്രട്ടാതിയും രേവതി നക്ഷത്രവും ചേർന്ന മീനക്കൂറുകാർ മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യ പകുതിയിൽ വരുന്ന ധനുക്കൂറുകാർ എന്നിവർ ശുക്രന്റെ രാശിമാറ്റം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപമാനം, രോഗക്ലേശങ്ങൾ, സ്ത്രീകൾ മുഖാന്തരം പ്രശ്നങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടുള്ള കലഹങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. മറ്റുള്ള നക്ഷത്രക്കാർക്ക് ശുക്രന്റെ രാശിമാറ്റം ജനിച്ച കൂറുപ്രകാരം ഗുണകരമാണ്. എന്നാൽ ശുക്രൻ നീചരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഗുണഫലങ്ങൾ അത്ര അനുഭവത്തിൽ വന്നുവെന്ന് വരില്ല. അതിനാലാണ് ഓരോ കൂറുകാർക്കുമുള്ള ഗുണഫലങ്ങൾ കൂടുതൽ പറയാത്തത്. പൊതുവെ എല്ലാവരും തന്നെ റിലേഷൻഷിപ്പ് വളരെ ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണെന്നത് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. പരിഹാരമായി ശുക്രന്റെ പീഡാഹര മന്ത്രം ദിവസവും കേൾക്കുക. മന്ത്രം നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടായിരിക്കുന്നതാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വെളുത്ത നിറമുള്ള പൂക്കൾ ദേവീ ക്ഷേത്രത്തിൽ സമർപ്പിച്ച് നന്നായി പ്രാർത്ഥിക്കുക. ഓം ശുക്രായ നമ എന്ന ശുക്രമന്ത്രം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ 108 തവണ ജപിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.